പ്രത്യേകം പേരെടുത്ത് പറയാത്തത്, ഇവിടെ ബഹുമാനപ്പെട്ട MLA ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഈ 21 പേരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രത്യേകം പേരെടുത്ത് പറയാത്തത്. അതോടൊപ്പം ഇന്ന് സ്വാഗതം പറയേണ്ട മറ്റൊരാൾ കൂടിയുണ്ട്. 2020 5-ാം വാർഡിന്റെ വാർഡ് കോർഡിനേറ്റർമാർ, 4 കോർഡിനേറ്റർമാരിൽ ഒരാളായ ഒരു SS മോഹനനും അദ്ദേഹത്തിന്റെ ഒപ്പം 4 പേരും 2020 രാഷ്ട്രീയം വിട്ട് ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പം യോജിക്കുവാനും തയ്യാറാകുകയാണ്. അതേപോലെ നിരവധി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ ഈ പഞ്ചായത്തിൽ ഉയർത്തിപ്പിടിക്കാൻ നമ്മളോട് യോജിക്കാൻ തയ്യാറായി ഇവിടെ വന്നിട്ടുമുണ്ട്. നമുക്കറിയാം, ഏറ്റവും ആദ്യം ജില്ലയിൽ തന്നെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് മഴുവന്നൂരിലേത്. വളരെ പെട്ടെന്ന് തന്നെ മുന്നണി ചർച്ചകൾ പൂർത്തീകരിച്ച് 21 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു വട്ടം എല്ലാ സ്ഥാനാർത്ഥികളും വീട് കയറ്റവും പൂർത്തീകരിച്ച്, പ്രത്യേകിച്ച് സ്ക്വാഡ് ലീഡർമാരുടെ എല്ലാം പ്രത്യേക കൺവെൻഷനുകളൊക്കെ പൂർത്തീകരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ പഞ്ചായത്ത് കൺവെൻഷനിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ദർശിച്ചിട്ടുണ്ടാകും, മുമ്പെങ്ങും ഇല്ലാത്ത ഒരാവേശം ഓരോ സഖാക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ, കണ്ണിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സിംഗപ്പൂരാക്കും ഈ നാടിനെ എന്ന് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി ഏറ്റവും സാധാരണക്കാരായ ഈ മഴുവന്നൂരിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവരെ വലിയ കെണിയിലേക്ക് തള്ളിയിട്ട് 5 കൊല്ലം ദുർഭരണം നടത്തി വികസന മുരടിപ്പിന്റെയും അതുപോലെ അവകാശ നിഷേധത്തിന്റെയും ഒരു 5 കൊല്ലത്തിലേക്ക് ഈ ജനങ്ങളെ തള്ളിവിട്ട 2020 ഭരണസമിതിക്ക് അറുതി വരുത്തുക, എന്ത് ത്യാഗം സഹിച്ചും ഞങ്ങൾ അറുതി വരുത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് സഖാക്കൾ ഇന്ന് ഈ കൺവെൻഷന്റെ ഭാഗമായി പങ്കെടുക്കുന്നതും ഇനി ഒരു മാസം വളരെ സമർപ്പിതമായി നമ്മൾ ഈ പോരാട്ടത്തിന്റെ ഭാഗമായി മാറുന്നതും. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നിരവധി വാഗ്ദാനങ്ങളാണ് നൽകിയത്. ഇവിടെ ഭക്ഷ്യസുരക്ഷ ക്യാമ്പുകൾ ആരംഭിക്കുന്നു, ഗോഡൌണുകൾ ആരംഭിക്കുന്നു, എല്ലാ വീട്ടിലും തൊഴിൽ ഉറപ്പുവരുത്തുന്നു, സ്ത്രീകൾക്ക് പ്രത്യേകം തൊഴിൽ ഉറപ്പുവരുത്തുന്നു, ആനുകൂല്യങ്ങൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ, വൈഫൈ ഫ്രീ ആയി കൊടുക്കുന്നു. അങ്ങനെ മോഹനസുന്ദര വാഗ്ദാനങ്ങളുടെ ഒരു വലിയ പട്ടികയാണ് ഇവിടെ നിരത്തിയത്. അതിന്റെ ഭാഗമായി പലർക്കും അബദ്ധം പറ്റി, തെറ്റുപറ്റി. ഒരു 10-14 വാർഡുകളിൽ അവർക്ക് വിജയവുമുണ്ടായി. എന്നാൽ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം പോലും നടപ്പാക്കാൻ കഴിയാതെ വികസന വിരോധത്തിന്റെ ഒരു കറുത്ത നാളുകളിലൂടെ കഴിഞ്ഞ 5 വർഷമായി മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് കടന്നു പോവുകയാണ്. ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഈ 5 വർഷത്തിനിടയിൽ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരൊറ്റ വികസന പ്രവർത്തനങ്ങളും ഈ മഴുവന്നൂർ പഞ്ചായത്തിൽ 2020 ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന് വളരെ ആധികാരികമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ പ്രകടന പത്രിക എന്നുള്ളത് നടപ്പാക്കാനുള്ളതാണ് എന്നും അത് നടപ്പാക്കി ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ളതാണെന്നും ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പുറത്തിറക്കി നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതാണ് എന്നും പുതിയൊരു സംസ്കാരം ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസം മുമ്പ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ 14 ജില്ലകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ സഞ്ചരിച്ചു. വിവിധ വിഭാഗം ജനങ്ങളെ കണ്ടെത്തി. അവരോട് ചോദിച്ചു, ഒരു നവകേരളം നമുക്ക് നിർമ്മിക്കണം. ഈ കേരളത്തിന്റെ മോഡൽ രാജ്യത്താകമാനം ചർച്ചയാണ്, ലോകത്താകമാനം ചർച്ചയാണ്. ഈ കേരളത്തിന്റെ മോഡൽ ഒരു നവകേരളമായി, ഒരു പുതിയ കേരളമായി നമുക്ക് പടുത്തുയർത്തണം. അതിനുവേണ്ടി നിങ്ങളുടെ ആശയങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു. നിരവധി ആളുകൾ ആ ചർച്ചയിൽ പങ്കെടുത്ത് അവരുടെ ആശയങ്ങൾ പങ്കുവച്ചു. നിരവധി ആളുകൾ കുറിപ്പുകൾ എഴുതി കൊടുത്തു, ഞങ്ങളുടെ ആശയം ഇന്നതാണ്. അത് കൂട്ടിയോജിപ്പിച്ച് 600 കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രികയാണ് 2016 തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വച്ചത്. ജനങ്ങൾ അത് ചർച്ച ചെയ്തു, തെരഞ്ഞെടുപ്പിൽ അത് അംഗീകരിച്ചു. 91 സീറ്റോടെ സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറി. നമുക്കറിയാം, ഒരു ഭാഗത്ത് നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടി. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഏറ്റവും ആദ്യം കോഴിക്കോട് ജില്ലയിൽ നിപ വൈറസ്. അന്ന് അത്തരത്തിലുള്ളൊരു സാഹചര്യം അതിനു മുമ്പ് നമ്മൾ നേരിട്ടിട്ടില്ല. മാസ്ക് ധരിച്ച് പുറത്തിറങ്ങേണ്ടി വന്ന ആദ്യത്തെ സാഹചര്യം നിപ വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിഭാഗം തന്നെ രംഗത്തെത്തി. ആദ്യം ചികിത്സിച്ച നേഴ്സ് വരെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. നമ്മളെല്ലാം ഭയപ്പെട്ടു. എന്നാൽ ഒരു 10-12 മരണം സ്ഥിരീകരിച്ചപ്പോഴേക്കും ആ വൈറസിന്റെ ഉറവിടം കണ്ടെത്തി കൃത്യമായിട്ടുള്ള പ്രതിരോധ നിര കെട്ടിപ്പടുക്കി ആ വൈറസിനെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു. അന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിഭാഗം പറഞ്ഞു,
ഇത് ലോകത്ത് മറ്റെവിടെയെങ്കിലുമാണ് വന്നതെങ്കിൽ ഒരു 10,000-2000 പേർ മരണപ്പെട്ടാൽ പോലും ഏതു വൈറസാണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്ന് ആധികാരികമായി ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിഭാഗം തലവൻ തന്നെ പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. പിന്നെ നമുക്കറിയാം, കൊല്ലത്തും തിരുവനന്തപുരത്തും കടലിൽ പോയ നിരവധി മത്സ്യത്തൊഴിലാളികൾ തിരിച്ചു വന്നില്ല. ഓഖി ദുരന്തം 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളെ കടൽ വിഴുങ്ങി. ആ വീട് നഷ്ടപ്പെട്ട മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും പുനഃഗ്രഹം പദ്ധതിയുടെ ഭാഗമായി ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കൊടുത്ത് അവരെ പുനരധിവസിപ്പിച്ചു. അവരുടെ കുടുംബത്തിൽ ഓരോരുത്തർക്ക് ജോലി കൊടുത്തു. അതുപോലെ തന്നെ കൃത്യമായി ഗവൺമെന്റിന്റെ സന്തോഷം കിറ്റായും മറ്റ് ആനുകൂല്യങ്ങളുമായും ഓരോ കുടുംബത്തിലെത്തുകയും ആ കുടുംബത്തെ മുഴുവൻ ഹൃദയത്തോട് ചേർന്ന് സംരക്ഷിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പിന്നീട് നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നു 2018. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, വീടുകൾ നഷ്ടപ്പെട്ടവർ, സ്കൂളുകൾ പൊളിഞ്ഞുപോയി, അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ പൊളിഞ്ഞുപോയി. വലിയ വലിയ പ്രതിസന്ധി, പ്രളയം, ഇതുവരെ കണ്ട ഏറ്റവും വലിയ പ്രളയം കേരളം നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, 7 വർഷം മുമ്പ് ഒരു പ്രളയം വിഴുങ്ങിയ നാടാണ് നമ്മുടെ നാട് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുമോ? എല്ലാ രംഗത്തും ഈ നാടിനെ പുനർനിർമ്മിച്ചുകൊണ്ട് ആ പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ ഓരോന്നായി നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഇടപെടലുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. 2019 സമാനമായ പ്രളയത്തിന്റെ സാഹചര്യം. പിന്നെ കോവിഡ് 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, ലോക്ക്ഡൌണുകളും നിയന്ത്രണങ്ങളും മറ്റു മേഖലയിലുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം നമ്മൾ അതിജീവിച്ചു. ഒരു ഭാഗത്ത് നിരവധി പ്രകൃതി ദുരന്തങ്ങൾ, മറുഭാഗത്ത് CBI, NIA, ED, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പ്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തലങ്ങും വിലങ്ങും ഈ കേരളത്തിൽ വന്ന് ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ഗവൺമെന്റോ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് കൃത്യമായി മുന്നോട്ട് പോയി. നമ്മൾ 600 കാര്യങ്ങൾ ആ പ്രകടന പത്രികയിൽ പറഞ്ഞ് അതിന്റെ ഭാഗമായി ഏറ്റവും ആദ്യം തന്നെ സഖാവ് പിണറായി വിജയൻ ഡൽഹിയിൽ ചെന്ന് ചർച്ച നടത്തി. ഇവിടെ നിന്ന് തിരിച്ചുപോയ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ അടക്കം തിരിച്ചു കൊണ്ടുവന്നു. നമുക്കറിയാം, ഒരിക്കലും ഇനി ദേശീയപാത കേരളത്തിൽ വരില്ല എന്ന് പ്രഖ്യാപിച്ചതാണ് ഉമ്മൻചാണ്ടി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഒരിക്കലും ഈ കേരളത്തിൽ ഇനി വരില്ല എന്ന് പ്രഖ്യാപിച്ച് ഉപേക്ഷിച്ച പദ്ധതിയാണ്. വയൽക്കിളികളുടെ സമരം, കിഴാറ്റൂർ സമരം, നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച സമരം, റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ച സമരം, അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത്തരം സമരങ്ങളുടെ ഭാഗമായി ഉപേക്ഷിക്കപ്പെട്ട ദേശീയപാത യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ പണി പൂർത്തീകരിച്ച് ഈ മാർച്ച് മാസത്തോടെ ഭൂരിഭാഗം പണി പൂർത്തീകരിച്ച് ഈ നാടിന് സമർപ്പിക്കാൻ പോവുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ചു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ വെറും 600 രൂപ, 32 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കുന്നത്. ആ പെൻഷൻ 600 രൂപ 1600 രൂപയായി 1-ാം പിണറായി സർക്കാർ വർദ്ധിപ്പിച്ചു. 32 ലക്ഷത്തിൽ നിന്നും പെൻഷൻ കിട്ടുന്നവരുടെ എണ്ണം 64 ലക്ഷമായിട്ട് ഉയർത്തി. ദേശീയപാതയും തീരദേശ ഹൈവേയും മലയോര ഹൈവേയും സ്കൂളുകൾ ഹൈടെക്കായി മാറി. 55,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയതും നമ്മുടെ സ്കൂൾ കുട്ടികൾ പാഠപുസ്തകം ഫ്രീ, ഉച്ചഭക്ഷണം ഫ്രീ, അതുപോലെ യൂണിഫോം ഫ്രീ, യൂണിഫോം തയ്ക്കാനുള്ള തുക കൂടി കവറിലിട്ട് കൊടുക്കുന്ന വലിയൊരു വിദ്യാഭ്യാസ സംസ്കാരത്തിന് തുടക്കം കുറിച്ചു. ആരോഗ്യരംഗത്തോ സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിച്ചു. 12 പേരെ എടുത്താൽ അതിലൊരാൾക്ക് സൗജന്യ ചികിത്സ കിട്ടുന്ന നാടായി ഈ കേരളം മാറി. പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റം വന്നു. പശ്ചാത്തല വികസന രംഗത്ത് മാറ്റം വരുത്തിയാൽ മാത്രമേ വൻകിട നിക്ഷേപകർ ഈ കേരളത്തിലേക്ക് വരൂ എന്ന് കണ്ടുകൊണ്ട് റോഡ്, റെയിൽവേ, ഊർജ്ജ പദ്ധതികൾ, ഇന്റർനെറ്റ് മനുഷ്യന്റെ അവകാശമാക്കി മാറ്റി ഓരോ രംഗത്തും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി. അങ്ങനെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് ഈ കേരളം വികസനത്തിന്റെ പുതിയ പുതിയ തലത്തിലേക്ക് ഉയരുന്നത് നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് പശ്ചാത്തല വികസന സൗകര്യങ്ങൾ, മറുഭാഗത്ത് ക്ഷേമ പദ്ധതികൾ, അതേപോലെ തന്നെ വികസന അജണ്ടകൾ പൂർത്തീകരിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആരാണോ കേരളം ഭരിക്കുന്നത് ആ മുന്നണിക്ക് എതിരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് കേരളത്തിനുള്ളത്. 1957 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, LDF ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക UDF ആയിരിക്കും. UDF ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക LDF ആയിരിക്കും. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൃത്യമായി പറഞ്ഞാൽ 2020 ഡിസംബർ മാസം 16-ന് റിസൾട്ട് വന്നപ്പോൾ 6 കോർപ്പറേഷനുകളിൽ 5 LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 12 LDF,
അതുപോലെ തന്നെ 941 ഗ്രാമപഞ്ചായത്തിൽ 601 ഗ്രാമപഞ്ചായത്ത് LDF ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിലുമെല്ലാം ആധികാരികമായിട്ടുള്ള വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് പ്രകടന പത്രിക എന്നുള്ളത് വെറും ബുക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല, അതുപോലെ പുസ്തകങ്ങളിൽ ഒതുങ്ങേണ്ടതല്ല. അത് ഓരോന്നായി കൃത്യമായി നടപ്പാക്കി ഏറ്റവും സാധാരണക്കാരെ ജീവിതത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതാണ് എന്ന് LDF ഗവൺമെന്റ് തെളിയിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആധികാരികമായിട്ടുള്ള വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞത്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ട്. പത്രം തുറക്കാൻ കഴിയില്ല, ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ. ചാനൽ തുറന്നാൽ ബ്രേക്കിംഗ് ന്യൂസുകൾ, അന്തിചർച്ചകളെല്ലാം ഇടതുപക്ഷത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നെല്ലാം പറഞ്ഞ് ചില കള്ള വെളിപ്പെടുത്തലുകളുടെ പേരിൽ ഈ കേരളത്തിൽ ആകമാനം ഇടതുപക്ഷത്തെ തകർക്കാൻ വലിയ ശ്രമം നടക്കുമ്പോഴാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മൾ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളോട് 2016 പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ 5ാമത് പ്രോഗ്രസ് റിപ്പോർട്ട്. നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ ആ പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾ നിലപാട് സ്വീകരിക്കുക. ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, കേരള ബാങ്ക് പിരിച്ചുവിടുമെന്നെല്ലാം പറഞ്ഞ് UDFന്റെ വലിയ ഭീഷണിയും നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, 91 സീറ്റിൽ നിന്ന് നമ്മൾ 99 സീറ്റായി മാറി. 42% വോട്ടിൽ നിന്ന് നമ്മൾ 45.3% വോട്ടായി മാറി. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വച്ചത് 900 കാര്യങ്ങളാണ്. ഒരു 40 വർഷത്തിന് ശേഷമുള്ള കേരളത്തെ നമുക്ക് സൃഷ്ടിക്കണം. നമുക്കറിയാം, കേരളത്തിന്റെ മോഡൽ നവകേരളമായി മാറുന്നു. ആ നവകേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റണം. നമ്മുടെ അറിവിനെ, നമ്മുടെ വിജ്ഞാനത്തെ ഉൽപാദന മേഖലയുമായി സന്ധി ചേർക്കണം. അങ്ങനെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരായി, ഉൽപാദന മേഖലയിൽ ഇടപെടുന്നവരായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നൂതനമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട്. നമുക്കറിയാം, അതിന്റെ ഭാഗമായി ചില മേഖലകളിൽ എന്നും വിമർശനം ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. ആ വിമർശനം നമുക്ക് കൃത്യമായി വ്യവസായ സംരംഭകരെ ഈ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ പിന്നിലാണ് എന്ന ആക്ഷേപം എന്നും നിലനിൽക്കുന്നു. ആ ആക്ഷേപത്തെ അതിജീവിക്കണം. അതിനാണ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് മുതൽ പശ്ചാത്തല സൗകര്യ രംഗത്ത് വലിയ ഇടപെടൽ നടത്തിയത്, റോഡും റെയിൽവേയിലുമെല്ലാം വലിയ പരിഷ്കാരങ്ങൾ വരുത്തിയത്. അതിന്റെ ഭാഗമായി 2 വർഷം മുമ്പ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ, വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു, ഈ രാജ്യത്തെ ഏറ്റവും പിറകിൽ. കഴിഞ്ഞ വർഷം അത് 15ാം സ്ഥാനത്തായി. ഈ വർഷം 1ാം സ്ഥാനത്തേക്ക് നമ്മൾ കുതിച്ചു മുന്നേറുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 2020 മുതലാളി ഒരു സൂട്ടും കോട്ടും എല്ലാം ഇട്ട് ഈ കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ല എന്ന് പറഞ്ഞ് 3-4 കോട്ടുധാരികളെയും വെച്ച് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ തെലങ്കാനയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് പോയ ഒരു പോക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരു 2 കൊല്ലം മുമ്പ് അന്ന് അദ്ദേഹം പറഞ്ഞത് കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് ഞാൻ തെലങ്കാനയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയി. എന്നിട്ടോ കേരളം കഴിഞ്ഞ വർഷം 15ാമത്, ഈ വർഷം 1ാമത്. വേൾഡ് ട്രേഡ് സെന്റർ ഉൾപ്പെടെയുള്ള വൻകിട സംരംഭകർ ഈ കേരളത്തിൽ വന്ന് നിക്ഷേപം ഇറക്കാൻ കാത്തുനിൽക്കുന്ന കാഴ്ച നാം കാണുകയാണ്. എല്ലാ സ്കൂളുകളിലും സ്കൂൾ ഇൻഡസ്ട്രി തുടങ്ങുന്നു, ക്യാമ്പസുകളിൽ ക്യാമ്പസ് ഇൻഡസ്ട്രി തുടങ്ങുന്നു. കുട്ടികളെല്ലാം പഠനത്തോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരായി മാറുന്നു. വീട്ടമ്മമാർ, 20 ലക്ഷം വീട്ടമ്മമാർ, അഭ്യസ്തവിദ്യരായ വീട്ടമ്മമാർ, അവർക്ക് ഡിഗ്രിയും PGയും എല്ലാം ഉണ്ട്. ഏതെങ്കിലും മേഖലകളിൽ പ്രത്യേക വൈദഗ്ധ്യമില്ല. അത്തരത്തിലുള്ള വീട്ടമ്മമാരെ തെരഞ്ഞെടുത്ത് അവരെ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റാൻ സഖാവ് തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ നോളജ് മിഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ കേരളത്തിൽ ഒന്നും വരില്ല എന്ന് പറഞ്ഞവരെല്ലാം മാറ്റി പറയുകയാണ്. വൻകിട നിക്ഷേപകർ ഈ കേരളത്തിൽ നിക്ഷേപം ഇറക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന കാഴ്ച നാം കാണുകയാണ്. 10 കോടി രൂപ മുടക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ, ആ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ഒരു ലൈസൻസ് പോലും വേണ്ട. 3 വർഷത്തിനുള്ളിൽ ലൈസൻസുകൾ എടുത്താൽ മതി. അതുപോലെ തന്നെ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ഈ നാട്ടിൽ വന്നിരിക്കുന്ന മാറ്റം നമ്മൾ കാണുകയാണ്. ഒരു വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹ വേദിയിൽ വെച്ച് തന്നെ മൊബൈൽ ഫോണിൽ ക്ലിക്ക് ചെയ്താൽ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന തരത്തിൽ ഡിജിറ്റലൈസേഷൻ എല്ലാ മേഖലകളിലും സർക്കാർ ഓഫീസുകളിൽ കയറി സമയം കളയേണ്ട സാഹചര്യം ഇല്ലാത്ത തരത്തിൽ വലിയ മാറ്റം വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല, നമുക്കെതിരെ എന്നും ആക്ഷേപം സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തുള്ള നേട്ടം ഉന്നത വിദ്യാഭ്യാസ രംഗത്തില്ല എന്ന രൂപത്തിലാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ ലിസ്റ്റ് പുറത്തു വരുമ്പോ ആദ്യത്തെ 20 സർവകലാശാലകളിൽ 3 ഈ കേരളത്തിൽ നിന്നാണ്. ഈ രാജ്യത്തെ 100 കോളേജുകളുടെ ലിസ്റ്റ് വരുമ്പോൾ അതിൽ 21 കോളേജുകൾ നമ്മുടെ കേരളത്തിൽ നിന്നാണ്. PSC നിയമനങ്ങൾ എടുത്താൽ ഈ രാജ്യത്ത് നടക്കുന്ന PSC നിയമനങ്ങളുടെ കൃത്യമായി 50.24%, പകുതിയിലധികം ഈ കേരളത്തിൽ നിന്നാണ്. അങ്ങനെ ഓരോ രംഗത്തും കുതിച്ചു മുന്നേറുന്ന കേരളത്തെ നമ്മൾ കാണുകയാണ്.
രണ്ട് സൂചികയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന് സാമൂഹ്യ വികസന സൂചിക, മാനവ വിഭവ സൂചികയും സുസ്ഥിര വികസന സൂചികയും. മാനവ വിഭവ സൂചിക എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവായി നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മുതൽ ജനനം, കുട്ടിയായി, യുവാവായി, വളർന്നു വലുതായി, അവസാനം വയോജനമായി, മരണം വരെയുള്ള വിവിധ ഘട്ടങ്ങളാണ് മാനവ വിഭവ സൂചികയുടെ ഭാഗമായി വരുന്നത്. രണ്ട്, വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുസ്ഥിര വികസന സൂചിക. ഈ രണ്ട് സൂചികയിലും ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമായി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഈ കേരളത്തെ കണ്ടെത്തുകയാണ്. അങ്ങനെ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുന്നു. നമുക്കറിയാം, AI ക്യാമറ, ജലമെട്രോ, അതുപോലെ K-ഫോൺ, അതുപോലെ തന്നെ തുരങ്കപാതകൾ, വലിയ ലെവൽ കോഴ്സുകൾ, മേൽപ്പാലങ്ങൾ, പാലങ്ങൾ ഏറ്റവും കൂടുതൽ പണിത ഗവൺമെന്റ്. അങ്ങനെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ തലത്തിലേക്ക് ഈ നാടിനെ കൈപിടിച്ചുയർത്തുന്നത് നമ്മൾ കാണുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ അജിതൻ സൂചിപ്പിച്ചു, ഈ മണ്ഡലത്തിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. അങ്ങനെ വികസനം എന്തെന്നറിഞ്ഞ ഒരു 9.5 വർഷം ഈ കേരളം ദർശിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2020 മുതലാളി പറയുന്നത് പോലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. കൃത്യമായി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തുടർച്ചയുണ്ടാകാൻ വീണ്ടും ജനങ്ങളെ സമീപിച്ചുകൊണ്ട്, ജനങ്ങളെ വീണ്ടും കണ്ടുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. നമ്മൾ പറഞ്ഞു, വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തും. പലരും ആക്ഷേപം ഉന്നയിച്ചു, വീട്ടമ്മമാർക്ക് പെൻഷനോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സഖാവ് പിണറായി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു, സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 നിന്ന് 2000 രൂപയായി വർദ്ധിപ്പിച്ചു. ആ 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമ്പോ അത് കൈപ്പറ്റുന്നവർ 64 ലക്ഷമാണ്. അതിൽ പെടാത്ത മറ്റൊരു 33 ലക്ഷം പേർക്ക്, വീട്ടമ്മമാർക്ക് പ്രത്യേക പെൻഷൻ മാസം കൊടുക്കുന്ന തരത്തിലേക്ക് പ്രഖ്യാപനം ഈ നവംബർ മാസത്തിൽ തന്നെ നടപ്പാക്കുന്ന തരത്തിൽ പ്രഖ്യാപിക്കുന്നു. അത് മാത്രമല്ല, യുവജനങ്ങൾ പഠനം കഴിഞ്ഞു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ വർക്ക് ടു കണക്ട് എന്ന രൂപത്തിൽ അവർക്ക് മാസം സ്റ്റൈഫൻഡ് കിട്ടുന്ന തരത്തിൽ 5 ലക്ഷം പേർക്ക്, യുവജനങ്ങൾക്ക് കൃത്യമായി പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു, പ്രത്യേക സഹായം കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ 64 ലക്ഷം പ്ലസ് 33 ലക്ഷം പ്ലസ് 5 ലക്ഷം, അതായത് 1 കോടിയിലധികം പേരെ ഈ പ്രത്യേക സംവിധാനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് മാറ്റം വരുത്തുകയാണ്, ഉൾപ്പെടുത്തുകയാണ്. അതുപോലെ എത്രയോ ഇടപെടലുകൾ. ഇടുക്കി ജില്ലയിലേക്ക് ചെന്നാൽ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഭൂപതിവ് പട്ടയം. അവരുടെ ഭൂമി ഒന്നെങ്കിൽ കൃഷിക്കോ വീട് വയ്ക്കാനോ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായിട്ട് നേരിടാൻ, അതുപോലെ തന്നെ വിവിധ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് കുടിശ്ശിക വന്ന് അതിന്റെ ഭാഗമായി ജപ്തി ഭീഷണി നേരിടുന്നവരെ ഒരിക്കലും അവരുടെ കിടപ്പാടം നഷ്ടപ്പെടാത്ത തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളടക്കം ഈ ഗവൺമെന്റ് സാധാരണക്കാരായ ജനങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എത്രയോ ഇടപെടലാണ് നടത്തിയത്. ആ ഇടപെടലിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ ഗുണഭോക്താക്കളായി മാറുന്നത് നമ്മൾ കണ്ടു. അതിദരിദ്ര സർവേ നടത്തുമെന്നും അതിന്റെ ഭാഗമായി ഏറ്റവും അതിദാരിദ്ര്യമുള്ളവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞു. അതിന്റെ ഭാഗമായി സർവേ നടത്തി. 4 ലക്ഷം പേർ ആ സർവേയിൽ പങ്കെടുത്തു. അങ്ങനെ കണ്ടെത്തിയ 64,006 പേരെ വിവിധ രൂപത്തിൽ, വീട് നഷ്ടപ്പെട്ടവർ, വീട് പൊളിഞ്ഞു പോകുന്നവർ, അതുപോലെ ജോലി ഇല്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, ഒരു തരത്തിലുള്ള കാർഡ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് ഒന്നുമില്ലാത്തവർ, അത്തരത്തിലുള്ള ആളുകളെയെല്ലാം കണ്ടെത്തി ഈ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിക്കുന്ന മഹാ തീരുമാനം നമ്മൾ കാണുകയുണ്ടായി. എത്രയോ പേരാണ് ആക്ഷേപങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാണ് സർവേ തുടങ്ങിയത്? എങ്ങനെയാണ് നടത്തിയത്? ചില സാമ്പത്തിക വിദഗ്ധന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ സംശയമായിട്ട് രംഗത്ത് വരുന്നു. അങ്ങനെ സംശയമായിട്ട് രംഗത്ത് വരുമ്പോഴും നമ്മൾ കൃത്യമായി അതിന്റെ പ്രൊസീജിയർ വിവരിച്ചു. ഈ നാട്ടിൽ അതിദരിദ്രരുള്ളവരെ കണ്ടെത്തി അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അതിദാരിദ്ര്യത്തെ അമർച്ച ചെയ്ത ചൈന എന്ന രാജ്യത്തിന് ശേഷം ഈ ലോകത്ത് തന്നെ ആ പദവിയിലേക്ക് എത്തുന്ന ഏക സംസ്ഥാനമായി ഈ കൊച്ചു കേരളം മാറുമ്പോഴും ആ കേരളത്തിന്റെ നേട്ടങ്ങളെ തകർക്കാൻ വലതുപക്ഷവും മാധ്യമങ്ങളും കിടഞ്ഞു പരിശ്രമിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അതുപോലെ ഓരോ രംഗമെടുത്ത് പരിശോധിക്കുക. വിഴിഞ്ഞം തുറമുഖമടക്കം, അതുപോലെ മെട്രോയുടെ എക്സ്റ്റൻഷൻ അടക്കം നമ്മൾ മുന്നോട്ട് വച്ച വികസനത്തിന്റെ രാഷ്ട്രീയം അതികൃത്യമായി ഇവിടെ നടപ്പാക്കുകയാണ്. തുരങ്കപാത വന്നാൽ ഞങ്ങൾ എതിർക്കും, AI ക്യാമറ വന്നാൽ ഞങ്ങൾ എതിർക്കും, K-ഫോണിനെ ഞങ്ങൾ എതിർക്കും എന്നെല്ലാം പറഞ്ഞ് എന്തു നല്ല കാര്യം ഈ നാട്ടിൽ വന്നാലും എതിർപ്പ് മാത്രം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തെ നമ്മൾ കാണുകയാണ്.
പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എതിർക്കുന്ന പക്ഷമാണ് എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. എത്രയോ തവണ ഹൈക്കോടതിയിൽ പോയി കള്ളക്കേസുകൾ കൊടുത്തു. ഒരു കേസും നമുക്കറിയാം കോടതി തന്നെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വന്നതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ കേസെല്ലാം തള്ളിക്കളയുന്ന സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. അതേപോലെ തന്നെ ഈ കേരളത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിക്കുന്ന ഈ കേരളത്തിന്റെ ഗവൺമെന്റിനെ തകർക്കാൻ, അതുപോലെ വർഗീയ അജണ്ടയെ ശക്തമായി പ്രതിരോധിക്കുന്ന ഈ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിനെ തകർക്കാൻ നുണപ്രചരണങ്ങളും വ്യാജ ആരോപണങ്ങളുമായി നിരന്തരം ഇവർ ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അവർക്ക് ഈ കേരളത്തിന്റെ വികസന മുന്നേറ്റത്തെ തകർക്കണമെങ്കിൽ ഒന്നുകിൽ ഇടതുപക്ഷത്തെ തകർക്കണം. ആ ഇടതുപക്ഷത്തെ തകർക്കാനോ അതിന്റെ സമുന്നതരായ നേതാക്കന്മാരെ ആക്രമിക്കണം, അവരുടെ കുടുംബത്തെ ആക്രമിക്കണം. നമുക്കറിയാം എത്രയോ ആരോപണങ്ങളാണ് പൊതുമണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. സുപ്രീം കോടതി വരെ ഇടപെട്ട് മാത്യു കുഴൽനാടനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇനിയൊരു വാക്ക് ഉച്ചരിച്ചാൽ രാഷ്ട്രീയ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിലാണ് നടത്തേണ്ടത്, അതിന് കോടതിയെ കരുവാക്കരുത്. ഇനിയൊരു വാക്ക് ഉച്ചരിച്ചാൽ 10 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരുമെന്ന് പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഒരൊറ്റ ആരോപണം പോലും കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷത്തിനെതിരെ അവർക്ക് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഒരു തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും നുണപ്രചരണവുമായി കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തിൽ നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികൾ നിരവധി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതാണ് പ്രകടന പത്രിക. ആ പ്രകടന പത്രിക സമയബന്ധിതമായി നടപ്പാക്കി അവ ജനങ്ങളെ ബോധിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോഴും അതിന്റെ ഗുണം അനുഭവിക്കുന്ന ജനങ്ങളെ വരെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ പ്രചരണവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ നമ്മൾ കാണുകയാണ്. 2020 എത്രയോ വാഗ്ദാനം മുന്നോട്ട് വെച്ചു. ഏറ്റവും ആദ്യം ചതിയിൽപ്പെട്ടത് കിഴക്കമ്പലത്തെ ജനങ്ങളാണ്. കിഴക്കമ്പലം സിംഗപ്പൂരാക്കി എന്നാണ് പറയുന്നത്. ഇന്നും മറ്റു പല മേഖലകളിലും പോയി നുണപ്രചരണം നടത്തുന്നത് നിങ്ങൾ സിംഗപ്പൂർ കാണണമെങ്കിൽ ഈ കിഴക്കമ്പലത്തേക്ക് വരൂ എന്നതാണ്. ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഇല്ലാത്ത ഏക ഭരണസിരാ കേന്ദ്രമായി കിഴക്കമ്പലം അതമ്പതിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു. എന്നിട്ട് പറഞ്ഞു യൂറോപ്യൻ മോഡലിൽ പണിയാൻ പോകുന്നു. ഇപ്പോഴും ആ ഷോപ്പിംഗ് കോംപ്ലക്സ് നിലനിന്ന സ്ഥലത്ത് കാട് മൂടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. നമ്മുടെ MLA അടക്കം നിരവധി വേദികളിൽ ഈ ആവശ്യം കൃത്യമായിട്ട് ഉന്നയിച്ചു. ഈ കിഴക്കമ്പലം പട്ടണങ്ങളിൽ നിങ്ങൾ വന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അങ്ങനെ പരിശോധിക്കാൻ പുറത്തുനിന്ന് ആളുകൾ വന്നപ്പോ 3 ദിവസം മുമ്പ് ഒരു കുട കൊണ്ടുവന്ന് വച്ചിരിക്കുക, ഒരു പ്രത്യേക കുട കൊണ്ടുവന്ന് വെയിറ്റിംഗ് ഷെഡാണ് എന്ന രൂപത്തിൽ കിഴക്കമ്പലം പട്ടണത്തിൽ കൊണ്ടുപോയി വച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് പരിശോധിക്കണം. അതുപോലെ അവിടെ ഒരു ബസ് സ്റ്റാൻഡ്, എത്ര മനോഹരമായ ബസ് സ്റ്റാൻഡ് ആയിരുന്നു, അത് പൊളിച്ചു. എന്നിട്ടോ പുനർനിർമ്മാണമില്ല, അങ്ങ് തട്ടി പോകുന്നു. ജനങ്ങൾ തന്നെ അത് തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതെങ്കിലും ഒരു പുതിയ വികസന പ്രവർത്തനം ഈ കിഴക്കമ്പലം പഞ്ചായത്തിലോ മഴുവന്നൂർ പഞ്ചായത്തിലോ ഐക്യനാട് പഞ്ചായത്തിലോ കുന്നത്തുനാട് പഞ്ചായത്തിലോ ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയാൻ 2020 മുതലാളിക്ക് കഴിയുമോ? ഇല്ല. ഒരു തരത്തിലും ഒരു വാഗ്ദാനവും പാലിച്ചിട്ടില്ല. ചില റോഡുകൾ ഞാൻ ടാർ ചെയ്തു എന്നാ പറഞ്ഞ്, ആ റോഡുകൾ ടാർ ചെയ്തത് ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. എവിടെയൊക്കെ മുതലാളി സ്ഥലം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടോ ആ സ്ഥലത്തിലേക്കുള്ള റോഡുകൾ മാത്രമാണ് അദ്ദേഹം ടാർ ചെയ്തിരിക്കുന്നത്. ആ ടാർ ചെയ്യുമ്പോഴോ ആ റോഡിന്റെ ഇടതുവശവും വലതു സൈഡും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ഭൂമി സൗജന്യമായിട്ട് അടർത്തിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മഞ്ഞക്കാട്, പച്ചക്കാട്, വെള്ളക്കാട് എല്ലാ കാടും തരുമെന്ന് പറഞ്ഞു. പാവപ്പെട്ടവർ സ്ഥലമൊക്കെ കൊടുത്തു. എന്നിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം, മുതലാളിയുടെ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും. എന്താ പറഞ്ഞേ? എന്റെ കയ്യിൽ നിന്ന് പച്ചക്കറിയും പലവ്യഞ്ജനവും തട്ടി തിന്നിട്ട് എന്നെ വഞ്ചിച്ചവർ എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് നമ്മൾ കാണുകയാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങളാണ്. ആ 2020 മുതലാളിയുടെ മുഖത്ത് നോക്കി, ഇതാ നിന്റെ ചായയുടെയും നിന്റെ കടിയുടെയും പൈസ എന്ന് പറഞ്ഞ് 20 രൂപ മേശപ്പുറത്ത് വെച്ച് ഇറങ്ങിപ്പോന്ന നിരവധി 2020യുടെ തന്നെ പ്രവർത്തകരെ നമ്മൾ കാണുകയുണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പഞ്ചായത്ത് മെമ്പർമാർ ആ 2020 രാഷ്ട്രീയം വിട്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അവരുടെ ജില്ലാ കോർഡിനേറ്റർ പറഞ്ഞു, ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത, ഒരിക്കലും ഇടപെടാൻ പറ്റാത്ത വർഗമാണ് ഇതിന്റെ നേതൃത്വം, 2020യുടെ നേതൃത്വം. അതുപോലെ അവിടെ നടക്കുന്ന പല രൂപത്തിലുള്ള വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ വ്യക്തിഗതമായ ആനുകൂല്യങ്ങൾ, ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഭരണസമിതി ഇടപെടേണ്ടത്. നമുക്കറിയാം, പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമീണമായിട്ടുള്ള ഒരു പ്രാദേശിക ഗവൺമെന്റ് തന്നെയാണ്. നിരവധി സ്വതന്ത്രമായി പുതിയ ആശയങ്ങൾ പ്ലാനിങ്ങിന്റെ ഭാഗമായി മുന്നോട്ട് പോകേണ്ട ഭരണസമിതിയാണ്. എന്നാൽ
ഒരു തരത്തിലുള്ള ഒരാശയവുമില്ല, ഒരാസൂത്രണവുമില്ല. എന്നിട്ട് എന്താ പറയുന്നത്? കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരെ ഞങ്ങളിതാ മഴുവന്നൂർ ഭരണസമിതിയിൽ നിയന്ത്രിക്കാൻ പഠന ഗ്രൂപ്പ് എന്ന രൂപത്തിൽ രൂപീകരിച്ചിരിക്കുന്നു. ജില്ലയിലെ പ്രമുഖന്മാരെ കൊണ്ടുവന്ന് ഇവിടുത്തെ വികസന ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നു. നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ പഞ്ചായത്തിലുള്ള ആളുകളെ വെച്ചുകൊണ്ടാണ് വികസന ഗ്രൂപ്പ് രൂപീകരിക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം സംഘടിപ്പിച്ചപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് സുരേഷിനെ അടക്കം, സഖാവ് MP അടക്കം, സഖാവ് വി ആർ രാഗേഷിനെ അടക്കം എത്രയോ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, അഷറഫിനെ അടക്കം ഇപ്പൊ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള നിരവധി ആളുകളെ തല്ലി വീഴ്ത്തി ക്രൂരമായി മർദ്ദിക്കാൻ 2020 ഗുണ്ടകൾ വന്നതും ഞങ്ങളിതാ വികസന സമിതിയെ വെച്ച് മലമറയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് എവിടെയാണ് വികസനം? ഞങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു റോഡ് പുതിയത്, ഞങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ജലസേചന പദ്ധതി, ഞങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കംഫർട്ട് സ്റ്റേഷൻ, ഞങ്ങൾ കൊണ്ടുവന്ന വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലിനിക്ക്, ഞങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ക്ലബ്ബ്, യുവജനങ്ങൾക്ക് വേണ്ടി, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള സ്വയം സഹകരണ സംഘങ്ങൾ, ഒരാശയവും ഇവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് മുതലാളിയുടെ വ്യവസായം കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കാൻ, വളർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യം ഒരുക്കി അഹങ്കാരത്തിന്റെ ആൾരൂപമായി നമ്മൾ ഈ മുതലാളിയെ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വിടുതൽ വേണം. ഈ ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളെ വിൽക്കുന്ന, ഈ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന കമ്പനിയുടെ വിഷവായുവും അതുപോലെ മലിനീകരണവും സഹിക്കേണ്ടി ഉള്ളവരായി നമ്മുടെ വരും തലമുറ മാറുന്ന സാഹചര്യത്തെ അതിശക്തമായി തന്നെ നമുക്ക് നേരിടാൻ കഴിയണം. ഈ രാജ്യത്തൊരു നിയമമുണ്ട്, പൊളൂട്ടർ ഷാൽ പേ എന്നതാണ്. അതായത് ആരാണോ മലിനീകരണം ഉണ്ടാക്കുന്നത് അയാൾ തന്നെ ആ മലിനീകരണത്തിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നവരെ സംരക്ഷിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് CSR ഫണ്ട്. എന്നാൽ CSR ഫണ്ട് തങ്ങളോട് യോജിച്ച് നിൽക്കുന്നവർക്ക് മാത്രം കൊടുക്കും, ഏകപക്ഷീയമായിട്ട് വിതരണം ചെയ്യും. ആ കാർഡുകൾ വിതരണം ചെയ്യും, പച്ച, മഞ്ഞ, വെള്ള. എന്നിട്ട് ആ കാർഡുകൾ വെട്ടിക്കളയും. എനിക്ക് തോന്നുമ്പോ കൊടുക്കും, വാങ്ങും എന്ന രൂപത്തിൽ ഏകപക്ഷീയമായി അഹങ്കാരത്തിന്റെ ആൾരൂപമായി ഈ മുതലാളി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരുന്ന നാളുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ദുഷ്ഭരണത്തിൽ നിന്ന് നമുക്ക് മോചിതരാകണം. കാരണം ഇനിയും നമുക്കതിന് സാധിച്ചില്ല എങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും അടിമത്വത്തിന്റെയും നാളുകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് സടകുടഞ്ഞെഴുന്നേക്കാൻ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന ആർജവത്തോടെ പറയാൻ, എന്ത് വികസനമാണ് നിങ്ങൾ നടത്തിയത് എന്ന് ഏറ്റവും ധൈര്യത്തോടെ ചോദിക്കാൻ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ഏറ്റവും ധൈര്യത്തോടെ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഹൃദയപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ നമുക്ക് ഓരോ വീടുകളിലും എത്തിക്കാൻ കഴിയണം. നമുക്കറിയാം, ഒരു 40 വർഷത്തിന് ശേഷമുള്ള കേരളത്തെ വിഭാവനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ, ആരോഗ്യ, വികസന, സാമൂഹ്യ വികസന മേഖലയിലും അതുപോലെ പശ്ചാത്തല വികസന മേഖലയിലും ക്ഷേമ മേഖലയിലും എല്ലാം നമ്മൾ വാക്കുപാലിച്ച് മുന്നോട്ട് പോകുന്നു. അതിനനുസരിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിലും അതിന്റെ ഗുണം വേണം, നേട്ടങ്ങൾ വേണം. അതിദരിദ്രർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ദരിദ്രരെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് നമുക്ക് വളർന്നു മുന്നേറാൻ കഴിയണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ആഴ്ച ഒരു കണക്ക് പുറത്തു വന്നു. ശിശു മരണനിരക്കിൽ നമ്മൾ അമേരിക്കയെ വരെ പിന്നിലാക്കി. ആ അമേരിക്കയെ പിന്നിലാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ വികസന നേട്ടമാണ്. അങ്ങനെ വികസിത രാജ്യങ്ങളിൽ കിട്ടുന്ന വിദ്യാഭ്യാസവും തൊഴിലും മറ്റു സൗകര്യങ്ങളുമെല്ലാം ഈ കേരളത്തിൽ ഇരുന്ന് ആർജിക്കാൻ പാകത്തിലുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ 20 മന്ത്രിമാരും കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ച് പഞ്ചായത്തിലും മാറ്റം വരണം. ഇനി നുണപ്രചരണങ്ങൾ വരാം, പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വരാം. കാരണം 2020 ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അധമ രാഷ്ട്രീയമാണ്, വഞ്ചനയുടെ രാഷ്ട്രീയമാണ്, മുതലാളിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ വിജയിപ്പിക്കാൻ എന്തു നുണപ്രചരണങ്ങളെയും ഇനിയും ആ നുണപ്രചരണങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ അദ്ദേഹം തയ്യാറാകും. അതുകൊണ്ട് ഏറ്റവും സർഗാത്മകമായ ഹൃദയപക്ഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ പാകത്തിന് വരുന്ന ഒരു മാസം ഏറ്റവും സമർപ്പിതമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഈ പഞ്ചായത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മുന്നേറ്റം അത് ഏറ്റവും ശരിയായ മുന്നേറ്റമാണ്, വളരെ പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. കാരണം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ നമുക്കറിയാം. സഖാവ് ജോർജ് ഇടപ്പരത്തിയും സഖാവ് B ജയനും ജോയിക്കുട്ടിയും അല്ലി ജോസും അടക്കം നിരവധി തവണ മെമ്പർമാരായി, ജില്ലാ പഞ്ചായത്ത് അംഗമടക്കം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി എല്ലാം പ്രവർത്തിച്ച് പരിചയമുള്ള ഏറ്റവും മികച്ച പോരാളികളെ തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് അണിനിരത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, യുവത്വത്തിന്റെ പ്രതീകമായി 6ഓളം യുവജന നേതാക്കന്മാർ ഈ നമ്മുടെ പാനലിലുണ്ട്. അതുപോലെ വനിതാ നേതാക്കന്മാർ, വനിതാ സഖാക്കൾ കുടുംബശ്രീയിലും തൊഴിലുറപ്പ് പദ്ധതിയിലും അതുപോലെ മറ്റു സാമൂഹ്യ മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച
ഏറ്റവും മികച്ച പോരാളികൾ തന്നെയാണ് ഈ പാനലിന്റെ ഭാഗമായി അണിനിരന്നിരിക്കുന്നത്. ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളുമെല്ലാം നമുക്കറിയാം ഏറ്റവും മികച്ച ആളുകൾ തന്നെ നാളെ മുതൽ രംഗത്തിറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ ഓരോ ഇടപെടലുകളും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വമ്പിച്ച വിജയത്തോടെ വിജയിപ്പിച്ച് ഈ ഭരണസമിതി തിരിച്ചു പിടിക്കുവാനും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം നേടുവാനും ഇടയാകുന്ന തരത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ഓരോ വോട്ടും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വീടുകളും കയറിയിറങ്ങി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയണം. അതിന്റെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നുണപ്രചരണവുമായി 2020 ഇറങ്ങിത്തിരിക്കും. കോൺഗ്രസും BJPയും ഇറങ്ങിത്തിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരിക്കലും ഇനി കേരളത്തിന്റെ ഭരണത്തിലേക്ക് പോലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് അവർ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ ഇടപെടലുകൾ വരുമ്പോഴും അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ പാകത്തിന് ആശയപരമായ കരുത്തോടെ സംഘടനാപരമായ കെട്ടുറപ്പോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ മുൻ MLA നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുന്നതോടൊപ്പം മുൻ MLA അടക്കം ഇവിടെ സംസാരിക്കാനുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതൊരു യുദ്ധമാണ്. ആ യുദ്ധം നമ്മൾ വിജയിപ്പിച്ചേ അവസാനിപ്പിക്കൂ. അത് സാധാരണ ഒരു വിജയമായിരിക്കരുത്, ഏറ്റവും ആധികാരികമായിട്ടുള്ള വിജയമായിരിക്കണം. 21 സീറ്റിലും ഇടതുപക്ഷത്തിന്റെ ആ പതാക പാറിപ്പറക്കുന്ന തരത്തിൽ വിജയിച്ച് മുന്നേറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കുണ്ട്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇവിടെ നാട്ടിൽ നമുക്ക് നിലനിൽക്കണമോ അതോ നമുക്ക് തളർന്നു പോകണമോ? ഒറ്റ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, 2020 മുതലാളി സൃഷ്ടിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള അധമ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഭീഷണികളെയും നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണം. ഈ 10 വർഷം കൊണ്ട് കേരളം ആർജിച്ച മുഴുവൻ നേട്ടങ്ങളെയും നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ കഴിയണം. ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷം ഈ നാടിനെ ലോക നിലവാരത്തിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു റിസൾട്ട് ആയിരിക്കണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ പഞ്ചായത്തിൽ ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടി വരും ദിവസങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥമായി രംഗത്തിറങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളുടെയും അനുവാദത്തോടെ LDFന്റെ മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് LDFന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഖാക്കളെ, അഭിവാദ്യങ്ങൾ.